എല്ലാവർക്കും പുതുവത്സരാശംസകൾ. 2025 നമ്മൾ പ്രവേശിച്ചുവല്ലോ. ദൈവം ഈ വർഷത്തെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ദൈവം നമ്മുടെ കൂടെ ഇരിക്കട്ടെ. ദൈവത്തിന്റെ കൃപ നമ്മോട് കൂടെ ഇരിക്കട്ടെ. നമ്മൾ ചെയ്യുന്ന എല്ലാം സഫലമായി മാറട്ടെ. എല്ലാത്തിലും ദൈവിക അനുഗ്രഹത്തിലാവട്ടെ. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന 3 കാര്യങ്ങൾ. അത് നിങ്ങളുടെ ആമേൻ 3 തീരുമാനങ്ങൾ, നിങ്ങളുടെ ഭാവിയെ മാറ്റുന്ന 3 തീരുമാനങ്ങൾ. ആമേൻ. 1, ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുക. ദൈവത്തിന് പ്രയോറിറ്റി കൊടുക്കുക. ആമേൻ. എന്നാണോ നിങ്ങൾ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്നത്, അതുമുതൽ നിങ്ങളുടെ കാര്യങ്ങൾ സഫലമാകാൻ തുടങ്ങും. നിങ്ങൾ എന്ത് ചെയ്താലും, നിങ്ങൾ എവിടെ കൈവച്ചാലും അത് അനുഗ്രഹമായി മാറും. ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുക. 2, ദൈവത്തിന്റെ കൂടെ നടന്നു തുടങ്ങുക. ഹാനോക്ക് ദൈവത്തിന്റെ കൂടെ നടന്നു. ദൈവം എവിടെ പോകുന്നോ അവിടെ നിങ്ങൾ പോകണം. ദൈവം എവിടെ പോകാതിരിക്കുന്നോ അവിടെ നിങ്ങൾ പോകരുത്. ആമേൻ. ഈ ലോകത്തിനോട് കോംപ്രമൈസ് ചെയ്യരുത്. കാരണം ദൈവം ഒരിക്കലും കോംപ്രമൈസ് ചെയ്യുന്നില്ല. ആമേൻ. ഹല്ലേലൂയ. നിങ്ങൾ ദൈവത്തിനോട് കൂടെ നടക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ ദൈവം വയ്ക്കുന്നു. ആമേൻ. 3-ാമതായ തീരുമാനം, നമ്മൾ സംസാരിക്കുമ്പോൾ ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുക. നമ്മൾ മറ്റുള്ള ഈ ലോകത്തിന്റെ സംസാരത്തിൽ നിന്ന് മാറി ദൈവിക വചനത്തിന്റെ അകത്തുനിന്ന് സംസാരിക്കാൻ തുടങ്ങുക. തന്റെ ഭക്തന്മാരുടെ സംസാരം യഹോവ ആമേൻ കേട്ടു. അവിടെ ദൂതന്മാരുടെ പ്രസൻസ് ഉണ്ടായിരിക്കും. ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുക. ഒരാൾ ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുമ്പോൾ ആമേൻ അത് മറ്റുള്ളവനെ ആത്മീകമായി ആമേൻ ഹല്ലേലൂയ ഉത്സാഹത്തിൽ കൊണ്ടുവരുന്നതായിരിക്കും. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കാൻ ശ്രമിക്കുക. 2025 അനുഗ്രഹമാക്കി മാറ്റുവാൻ ഈ 3 തീരുമാനങ്ങൾ എടുക്കാമെങ്കിൽ ഈ വർഷം അനുഗ്രഹത്തിന്റെ ഒരു വർഷമായി മാറും. 1, ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുക. 2, ദൈവത്തിനോട് കൂടെ നടക്കുക. ദൈവം എവിടെ പോകുന്നു അവിടെ പോകാൻ തയ്യാറാവുക. എവിടെ പോകേണ്ടതോ ദൈവം പോകാത്തിടത്ത് നമ്മളും പോവാതിരിക്കുക. 3, മറ്റുള്ളവരുമായി സംസാരിക്കുമ്പോൾ ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുക. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.